ഹരേ കൃഷ്ണ. ഭരേ സുതാൻ ഭരേ ശിഷ്യാൻ ഭരേ ദേവാൻ ഭരേ ദ്വിജാൻ ഭരേ ഭാര്യ മഹാവ്യാജാൽ ഭരദ്വാജോസ്മി ശോഭനേ. ഞാൻ എൻ്റെ പുത്രന്മാരല്ലാത്തവരെയും രക്ഷിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരെ രക്ഷിക്കുന്നു, ദേവന്മാരെയും ദ്വിജന്മാരെയും ഭാര്യയെയും രക്ഷിക്കുന്നു. ഞാൻ ഇത് നിഷ്പ്രയാസം നിർവഹിക്കുന്നു. അതിനാൽ എനിക്ക് നാമം ഭരദ്വാജൻ. പുരാണ പ്രസിദ്ധനായ ഭരദ്വാജമുനി. അത്രി മഹർഷിയുടെ പുത്രനായിരുന്നു ഭരദ്വാജമുനി എന്ന് കമ്പരുടെ കമ്പരാമായണം അയോധ്യാകാണ്ഡത്തിൽ കാണുന്നു. ഇദ്ദേഹം അനേക സഹസ്രാബ്ദങ്ങളെ അതിജീവിച്ച ഒരു മഹർഷിയാണ്. ശ്രീരാമചരിതവും വാൽമീകി മഹർഷിയുമായി ഇദ്ദേഹത്തിന് വളരെയധികം ബന്ധം കാണുന്നു. വാൽമീകി മഹർഷിയുടെ ശിഷ്യനായിരുന്നു ഭരദ്വാജമുനി. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിൻ്റെ മേൽ കാട്ടാളൻ അസ്ത്രമേൽപ്പിക്കുന്ന സമയം ഭരദ്വാജനും വാൽമീകി മഹർഷിക്കൊപ്പമുണ്ടായിരുന്നു. ആശ്രമത്തിൽ നിന്ന് അവർ രണ്ടുപേരും തമസാ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ ഗുരു ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു: ഭരദ്വാജ, ഭവാൻ കാൺക, ചേറില്ലാ കടവൊന്നിതാ, വെള്ളം തെളിഞ്ഞു ചേലൊത്തു നല്ലോർത്തൻ കരൾ പോലവേ, കുടം നീ വയ്ക്ക കുഞ്ഞേ, തരികെന്നുടെ വൽക്കലം, മികച്ചതാമീ തമസാ കടവിൽ ഞാനിറങ്ങുവാൻ ഈ മട്ടങ്ങു മഹാത്മാവാം വാൽമീകിയരുൾ ചെയ്യയാൽ. മരത്തോല മുനിക്കേകി ഭരദ്വാജൻ ഗുരുപ്രിയൻ, വൽക്കലം ശിഷ്യഹസ്തത്തിൽ നിന്നു വാങ്ങി ജിതേന്ദ്രിയൻ, നടന്നാനാ പരപ്പുള്ള കാടെങ്ങും പാർത്തുകൊണ്ടവൻ, ഭഗവാൻ അങ്ങതിൻ ചാരെ കണ്ടെത്തി കളനാദമായി, പിരിയാതെ നടന്നിടും ക്രൗഞ്ചപക്ഷിയുഗത്തിനെ. വേദാഭ്യസനത്തിൽ അക്ഷീണനായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന മുനിയായിരുന്നു ഭരദ്വാജൻ. 1000 വർഷങ്ങൾ വീതം നീണ്ടു നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളായി അനേക കാലത്തെ ദീർഘായുസ്സിന് ഇന്ദ്രനിൽ നിന്ന് വരം വാങ്ങിയ ശേഷം അദ്ദേഹം ഇടതടവില്ലാതെ വേദപഠനം നടത്തിപ്പോന്നു. ഇതേ ആവശ്യത്തിനു തന്നെ ഭരദ്വാജന് വീണ്ടും കുറെ കൂടി ആയുസ് ആവശ്യമായി വന്നപ്പോൾ 3 പിടി മണ്ണും 3 മലകളും കാണിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: ഇത്രയും കാലമായി അങ്ങേക്ക് അറിയാൻ സാധിച്ചത് ഈ 3 പിടി മണ്ണാണ്. അറിയാനുള്ളത് ആ മലകൾക്ക് തുല്യവും. ഇത് ഭരദ്വാജനെ കൂടുതൽ ധീരനാക്കി. അദ്ദേഹം വീണ്ടും അധ്യയനം തുടർന്നു. ഇത് ഭാഗവതം പറയുന്നു. ഭരദ്വാജന്റെ ആശ്രമം ചിത്രകൂട പർവ്വതത്തിന്റെ സമീപത്തായിരുന്നു. ശ്രീരാമസ്വാമിയും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും വനവാസത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭരദ്വാജമുനിയുടെ ആശീർവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചിത്രകൂടത്തിലേക്ക് നടന്നു. ഈ ഘട്ടത്തിൽ ജ്യേഷ്ഠന്റെ വനവാസത്തെപ്പറ്റി അറിഞ്ഞ് ദുഃഖിതനായ ഭരതസ്വാമി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതിനായി ആദ്യമെത്തിയത് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്കായിരുന്നു. അന്നു രാത്രി ഭരതസ്വാമിക്ക് ഒരു വിരുന്നു സൽക്കാരം തന്നെ ഒരുക്കാൻ മുനി വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു. ആ വിരുന്നിൽ ദേവന്മാർ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, അഷ്ടദിക്പാലകന്മാർ മുതലായവരെല്ലാം ക്ഷണിക്കപ്പെട്ടു. ഘൃതാജി, ഹേമ, വിശ്വാജി, മിശ്രകേശി, അലംബുഷ ആദിയായ ദേവസ്ത്രീകൾ നടനം ചെയ്തു. വനരാജി പോലും ആ നൃത്തത്തിൽ പങ്കെടുത്തതായി പറയുന്നു. ആഹാര സാധനങ്ങൾ അതിഥികളുടെ അടുക്കൽ സ്വയം വന്നു ചേർന്നു. ഭരദ്വാജന്റെ ഈ മായാശക്തിയെ സകലരും അഭിനന്ദിച്ചതായും വാൽമീകി രാമായണം അയോധ്യാകാണ്ഡത്തിൽ കാണുന്നു.
ഭരദ്വാജ മഹർഷിക്ക് ദേവവർണിനി എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. അവളെ വിശ്രവസു വിവാഹം ചെയ്തു. അവരുടെ പുത്രനാണ് വൈശ്രവണൻ എന്ന കുബേരൻ. ശതശൃംഗത്തിൽ അർജുനന്റെ ജന്മോത്സവം ദേവഗണങ്ങളും ഋഷീഗണങ്ങളുമെല്ലാം ചേർന്ന് മഹനീയമാക്കിയപ്പോൾ അർജുനനെ ആശീർവദിക്കാൻ ഭരദ്വാജ മുനിയും മഹർഷിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി ആദിപർവം പറയുന്നു. അന്നൊരിക്കൽ ഭരദ്വാജൻ മറ്റു മഹർഷിമാരോടുകൂടി ഗംഗാദ്വാരത്തിൽ തപോനിരതനായി താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഏകാഗിയായി ഗംഗാസ്നാനത്തിനു പോയപ്പോൾ അവിടെ കുളിച്ച് ഈറൻ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന യുവതിയായ ഒരു സുരസുന്ദരിയെ കാണുവാനിടയായി. അലൗകിക രൂപഗുണത്തോടു കൂടിയ ആ തരുണീമണിയുടെ അമാനുഷ സൗന്ദര്യത്താൽ ആകൃഷ്ടനായ അദ്ദേഹത്തിന് അവളിൽ അനുരാഗം തോന്നി. ഘൃതാജി എന്ന അപ്സരസായിരുന്നു ആ സുന്ദരി. മുനിയെ കണ്ട ഉടനെ അവൾ ഓടി അകന്നു. എങ്കിലും അവളുടെ വസ്ത്രം പുല്ലിലുടക്കി നിലത്തു വീണു. അതുകണ്ട് അദ്ദേഹത്തിനു ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ആ രേതസ് നിഷ്ഫലമാകരുതെന്നു കരുതി അദ്ദേഹം അതൊരു ദ്രോണപാത്രത്തിലാക്കി സൂക്ഷിച്ചു. കാലം ചെന്നപ്പോൾ അതിൽ നിന്നും ഒരു കുഞ്ഞ് ജനിച്ചു. അദ്ദേഹമായിരുന്നു ദ്രോണൻ. ആശ്രമത്തിലെ മറ്റന്തേവാസികളോടൊപ്പം അവനും വളർന്നു വന്നു. സമയമായപ്പോൾ ഭരദ്വാജൻ തൻ്റെ പുത്രനെ ആയുധവിദ്യകളും യുദ്ധമുറകളും പഠിപ്പിച്ചു. ഭരദ്വാജന്റെ സുഹൃത്തായി പാഞ്ചാല രാജ്യത്തെ പൃഷതൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന യജ്ഞസേനനെ ഭരദ്വാജ മഹർഷിയുടെ സമീപത്തേക്ക് അയച്ചു. സോമകന്റെ പുത്രനായിരുന്നു എന്നും അതിനാൽ അദ്ദേഹത്തിന് സൗമകി എന്ന നാമവും ദ്രുപദനുണ്ടായിരുന്നതായി ആദിപർവം ഉദ്ഘോഷിക്കുന്നു. ദ്രുപദൻ ഭരദ്വാജാശ്രമത്തിൽ ആയുധാഭ്യാസത്തിനു വേണ്ടി താമസിച്ചിരുന്നു. അതിനാൽ ദ്രോണനും ദ്രുപദനും ഉറ്റ സുഹൃത്തുക്കളായി മാറി. ഇരുവരും ധനുർവേദത്തിൽ അഗ്രഗണ്യരായി. ഇവിടെയാണ് അഗ്നിവേശന്റെ പ്രവേശനം. അഗ്നിവേശൻ അഗസ്ത്യരുടെ ശിഷ്യനായിരുന്നു. ശസ്ത്രാസ്ത്രവിദ്യ പഠിച്ചതും അഗസ്ത്യമുനിയുടെ കീഴിലായിരുന്നു. ആയുധവിദ്യയിൽ നിഷ്ണാതനായിരുന്ന ഇദ്ദേഹം ബൃഹസ്പതിയിൽ നിന്ന് കവചവും അതു ധരിക്കുന്നതിനുള്ള മന്ത്രവിധിയും സ്വീകരിച്ചു. ഇദ്ദേഹത്തെ ധനുർവേദത്തിൻ്റെ പരമാചാര്യനായി കണക്കാക്കപ്പെടുന്നു. അഗ്നിവേശൻ പിന്നീട് ഭരദ്വാജാശ്രമത്തിലായിരുന്നു പഠനം തുടർന്നിരുന്നത്. അതിനാൽ ദ്രോണർക്കും ദ്രുപദനും അഗ്നിവേശൻ ഗുരുവായി മാറി. ദ്രോണർക്ക് അഗ്നിവേശൻ എന്ന ഗുരുവിനോട് അളവറ്റ ബഹുമാനമുണ്ടായിരുന്നു. വിദ്യാഭ്യാസാനന്തരം ദ്രുപദൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഏകദേശം ആ സമയത്തു തന്നെ പിതാവായ പൃഷതൻ നാടുനീങ്ങി. ശേഷം യജ്ഞസേനൻ ഉത്തര പാഞ്ചാല ദേശത്തിൻ്റെ അധിപനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. ഭഗവാനായ ഭരദ്വാജമുനിയും സ്വർഗസ്ഥനായി. പിതാവിൻ്റെ മരണശേഷം പുത്രനായ ദ്രോണർ ആ ആശ്രമത്തിൽ തന്നെ തപസ്സും അധ്യയനവുമായി ജീവിതം തുടർന്നു. വേദാംഗ തത്വജ്ഞനും തപസ്സുകൊണ്ടു പാപമറ്റവനും കീർത്തിമാനുമായ ദ്രോണർ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പുത്രലാഭത്തിനു വേണ്ടി ശാരദ്വതിയായ കൃപിയെ വിവാഹം ചെയ്തിരുന്നു. ആ സമയങ്ങളിൽ കൃപിയുടെ സഹോദരനായ കൃപർ ഹസ്തിനപുരിയിലെ പ്രധാനാചാര്യനായിരുന്നു. കൃപി ദ്രോണന് ചേർന്നവൾ തന്നെയായിരുന്നു. അഗ്നിഹോത്രം, ദമം, ധർമ്മം എന്നിവയിൽ കൃപിക്കു വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു. കൃപിക്കു ഗൗതമി എന്ന മറ്റൊരു നാമവും ഉണ്ടായിരുന്നതായി ഭാരതം പറയുന്നു. ധർമ്മവതിയായ കൃപിക്ക് ദ്രോണരിൽ ഒരു പുത്രൻ ജനിച്ചു. ജനിച്ച ഉടനെ അവൻ ഉച്ചൈശ്രവസിനെ പോലെ അതിഗംഭീരമായ ശബ്ദത്തിൽ ചിനച്ചു. ഇന്ദ്രന്റെ വാഹനമാണ് ഉച്ചൈശ്രവസ് എന്ന അശ്വം. 7 തലയുള്ള ഉച്ചൈശ്രവസ് പാലാഴി മഥനത്തിൽ നിന്നും ഉയർന്നു വന്നതായി പറയപ്പെടുന്നു. കൃപി കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ തന്നെ ആകാശത്തിൽ നിന്നും അശരീരോക്തിയുണ്ടായി. അശ്വത്തിനൊത്ത ശബ്ദം ഇവൻ പുറപ്പെടുവിക്കയാൽ അശ്വത്ഥാമാവ് എന്ന് ഇവന്റെ നാമം വിശ്വത്തിൽ പ്രസിദ്ധനാകും.
അശ്വത്ഥാമാവിനു ഏറെയും പ്രത്യേകതയായി ഉണ്ടായിരുന്ന മറ്റൊരത്ഭുതം, ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ജന്മനാൽ ഒരു ദിവ്യരത്നമുണ്ടായിരുന്നു. ആ ചൂടാമണിയെ മഹാഭാരതത്തിൽ സിറോൺ രത്ന എന്നും ചില പുരാണങ്ങളിൽ ജ്യോതിഷ്മതി എന്നും പ്രസിദ്ധി കേട്ടിരുന്നു. ഈ രത്നത്തിൻ്റെ അനുഗ്രഹത്താൽ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായി. ഈ ചൂടാമണി വിശപ്പ്, ദാഹം, ക്ഷീണം, വാർദ്ധക്യം, രോഗങ്ങൾ എന്നിവയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും അദ്ദേഹത്തിനു സംരക്ഷണം നൽകി. മനുഷ്യരെക്കാൾ താഴെയുള്ള ജീവികളുടെ മേൽ അധികാരം നൽകാനും അവരെ തോൽപ്പിക്കാനും ഈ രത്നം അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ഇത്രയും പ്രത്യേകതയുള്ള അതിതേജസ്സുള്ള പുത്രനായിരുന്നു അശ്വത്ഥാമാവ്. ദ്രോണർ ഇങ്ങനെയൊരു പുത്രനെ ലഭിച്ചതിൽ അത്യധികം ആനന്ദിച്ചു. അദ്ദേഹം അവനെ ധനുർവേദത്തിൽ അഗ്രഗണ്യനാക്കി വളർത്തിയെടുത്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര പർവ്വതത്തിൽ തപസ്സു ചെയ്യുന്ന ഭാർഗവരാമൻ അർത്ഥികൾക്കു യഥേഷ്ടം ധനം നൽകുന്നു എന്നറിഞ്ഞ് ദ്രോണർ അവിടെ എത്തി. തൻ്റെ ദാരിദ്ര്യത്തിനു ശമനമുണ്ടാക്കാമെന്നു കരുതിയാണ് അവിടെ എത്തിയത്. എന്നാൽ അപ്പോഴേക്കും പരശുരാമൻ തൻ്റെ സ്വത്തെല്ലാം ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അലയോ തപോധന, ആഴിച്ചൂടുന്ന ഈ ധരാതലം ഒന്നിച്ച് ഞാൻ കശ്യപന് നൽകി. ഇനി ബാക്കി എൻ്റെ ഉടൽ മാത്രമാണ്. വിലമതിക്കുവാനാകാത്ത ശസ്ത്രാസ്ത്രങ്ങളും ഇനി ബാക്കിയുണ്ട്. എൻ്റെ ഉടലിനെയോ അസ്ത്രങ്ങളെയോ അങ്ങ് വരിക്കുക. ദ്രോണർ പരശുരാമന്റെ സമസ്ത ശസ്ത്രാസ്ത്രങ്ങളെയും പ്രയോഗത്തിൽ ഗൂഢതത്വത്തോടുകൂടി, സംഹാരക്രമത്തോടുകൂടി സകല അസ്ത്രങ്ങളും ധനുർവേദം സമസ്തമായി തന്നെ ഏറ്റുവാങ്ങി കൃതാർത്ഥനായി തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിനു ലഭിച്ച ധനുർവേദത്തിനും ദാരിദ്ര്യത്തിനും ഉള്ള ശമനമുണ്ടാക്കാൻ സാധിച്ചില്ല. കുഞ്ഞിനു പാലു വാങ്ങാനുള്ള പണം പോലും കൈവശമുണ്ടായിരുന്നില്ല. പാലാണെന്ന് പറഞ്ഞ് ഒരിക്കൽ അശ്വത്ഥാമാവിൻ്റെ കൂട്ടുകാർ അരിമാവ് കലക്കി കുടിപ്പിക്കുകയുണ്ടായി. ഇത് ദ്രോണരിൽ വളരെ സങ്കടമുണ്ടാക്കി. അദ്ദേഹം തൻ്റെ സുഹൃത്തും പാഞ്ചാല രാജ്യത്തിൻ്റെ അധിപനുമായ ദ്രുപദനെ കാണാൻ ചെന്നു. തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിനു സുഹൃത്ത് സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം രാജധാനിയിലെത്തിയത്. എന്നാൽ രാജപദവി ലഭിച്ചപ്പോൾ പ്രതാപിയും അഹങ്കാരിയുമായി തീർന്നിരുന്ന ദ്രുപദൻ സുഹൃത്തിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, നിഷ്കരുണം അവഹേളിക്കുക കൂടി ചെയ്തു. മലിനവേഷധാരികളായ ആ ബ്രാഹ്മണ കുടുംബത്തെ അതിഥിയായി സൽക്കരിക്കുന്നത് തനിക്ക് ഒരപമാനമാണ് എന്ന് ദ്രുപദൻ കരുതി. ബാല്യകാല സൗഹൃദത്തെപ്പറ്റി ദ്രോണർ ഓർമ്മപ്പെടുത്തിയെങ്കിലും അതെല്ലാം അവജ്ഞയോടും അനാദരവോടും കൂടിയാണ് യജ്ഞസേനൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞു: കാലക്രമത്തിൽ നശിച്ചു പോകാത്ത സ്നേഹമുണ്ടാകില്ല. പഴയ സ്നേഹത്തിൻ്റെ കഥയും പറഞ്ഞ് ഇവിടെ വന്നത് വളരെ മോശമായി പോയി. മുൻപ് വല്ല കാര്യത്തിനും നിന്നോട് എനിക്ക് സഖ്യമുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വില പോകുന്നതല്ല. ഞാനിന്ന് നിസ്സാരനായ ഒരാളല്ല, മഹാരാജ്യത്തിൻ്റെ അധിപതിയായ രാജാവാണ്. ഇനിമേൽ എന്നോട് സ്നേഹിതനാണെന്ന ഭാവത്താൽ ഇത്തരം സംസാരവുമായി വരരുത്. ദരിദ്രനും ധനവാനും തമ്മിലും, ജളനും പണ്ഡിതനും തമ്മിലും, ക്ലീബനും ശൂരനും തമ്മിലും ഒരിക്കലും തോഴരാകില്ല. സഖ്യം തുല്യന്മാർ തമ്മിലാണ്. തുല്യമായ സമ്പത്തും തുല്യമായ അറിവും വേണം. വേളിയും വേഴ്ചയും ധനവാനും ദരിദ്രനും തമ്മിലും, അശ്രോത്രിയൻ ശ്രോത്രിയനും, അരഥജ്ഞൻ രഥിക്കും, അപാർത്ഥിവൻ പാർത്ഥിവനും സഖിയായി ചേരുകയില്ല. മുമ്പത്തെ വേഴ്ച വേഴ്ചയുമാകില്ല. ഇതു കേട്ട് ദ്രോണർ കുറച്ചുനേരം ചിന്തിച്ചു നിന്നു. പ്രതീക്ഷിക്കാതെ ലഭിച്ച സമ്മാനത്തിൽ അടിയേറ്റ പോലെ അദ്ദേഹം പുളഞ്ഞു. ഒന്നും മിണ്ടാതെ ലോകഗതിയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം അപമാനത്തോടെ ദുഃഖത്തോടെ ഇറങ്ങി നടന്നു. നേരെ ഹസ്തിനപുരിയിലേക്കാണ് നടന്നത്. ഭാര്യ സഹോദരനായ കൃപരുടെ ഭവനത്തിൽ അപമാന ഭയത്താൽ ആരുമറിയാതെ കുറച്ചുനാൾ താമസിച്ചു. ഈ സമയങ്ങളിൽ കൃപർക്കു തുണയായി അശ്വത്ഥാമാവ് രാജകുമാരന്മാരെ അസ്ത്രാഭ്യാസം പരിശീലിപ്പിക്കാൻ പോയിരുന്നു. എന്നാൽ
അശ്വത്ഥാമാവിനെ മറ്റാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ദ്രോണർ പഠിപ്പിച്ചു പാണ്ഡവ വീര്യന്മാരെ, നാനാമട്ടിലെഴും ദിവ്യമാനുഷാസ്ത്ര ഗണങ്ങളെ. ഭരതർഷഭ മറ്റുള്ള നരനാഥകുമാരരും അസ്ത്രാർത്ഥമാ ദ്രോണ വിപ്രശിഷ്യ ഭാവത്തിലെത്തിനാർ. അന്ധകന്മാർ വൃഷ്ണികളും അന്യരാം രാജപുത്രരും ദ്രോണാന്തികെ വന്നു ചേർന്നു രാധേയൻ സൂതപുത്രനും. രാധേയൻ സൂതപുത്രനും. രാധേയൻ സൂതപുത്രനും. ഇനി മത്സരം സഹോദരന്മാർ തമ്മിലാണ്. ഇവിടെ രാധേയൻ എത്തിയിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.